ഈ ഓവർലോഡ് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മളാകെ തകർന്നു പോകും. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് സ്മൂത്തായിട്ട് നമ്മുടെ ആരാധനകളോ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾക്ക് അള്ളാഹു നിശ്ചയിച്ച എങ്ങനെയെന്ന് വിചാരിച്ചാൽ വളരെയധികം അധ്വാനവും പരിശ്രമവും ചെയ്ത് കിട്ടേണ്ടതല്ലേ സ്വർഗം എന്ന് പറഞ്ഞാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ ശരീരത്തിനാണെങ്കിലും മനസ്സിനാണെങ്കിലും അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിന് താങ്ങാവുന്നതിനൊരു ലിമിറ്റുണ്ട്. ആ താങ്ങാവുന്ന ലിമിറ്റിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ചില ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കും. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ മനസ്സിനെയും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ആ കാര്യങ്ങളൊക്കെ. ഇത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ യാതൊരു വ്യവസ്ഥയും ഷെഡ്യൂളും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരെന്താ വെച്ചാൽ അങ്ങോട്ട് ഓടുകയാണ്. അവർക്ക് താല്പര്യമുള്ള ചില ഫീൽഡുകളിൽ എന്താണ് അവരുടെ ഉറക്കമോ ഭക്ഷണമോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഒന്നും നോക്കാതെ അങ്ങോട്ട് ഓടുക. ഇങ്ങനെ അത് ചിലപ്പോൾ ബിസിനസ്സിൽ മാത്രം ഫോക്കസ് ചെയ്ത് എപ്പോഴും അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ആലോചിച്ച് വേറൊരു സംസാരമുള്ള വർത്തമാനമില്ല. അങ്ങനെ ചിലപ്പോൾ ദീനീ പ്രവർത്തനങ്ങളാവാം. ഓക്കെ, അതിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക. ഇപ്പോൾ അടുത്തൊരു കേസിൽ ഞാൻ കണ്ടു. പിന്നെ ഒരു സഹോദരി, അവരും ഭർത്താവും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവരെന്താ ചെയ്തറിയോ, അവർ ഫുൾ അങ്ങോട്ട് ദീനിലേക്ക് അങ്ങോട്ട് എസ്കേപ്പായി. ദീന് അതായത് ഖുർആൻ തജ്വീദ് പഠിക്കുക, ആൾക്കാരെ തജ്വീദ് പഠിപ്പിക്കുക, അതിന് ക്ലാസ് എടുക്കുക, ഒരു ടൈം ഒഴിവില്ലാത്ത രൂപത്തിൽ. അപ്പോൾ പൊതുവെ പിന്നെ ഭർത്താവിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധയില്ല. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചില ഏരിയകളിലേക്ക് നമ്മൾ അങ്ങോട്ട് മുഴുകിയിട്ട് മറ്റെല്ലാം നമ്മൾ വിസ്മരിച്ച് പോകുന്ന ഒരവസ്ഥ. ഈ ഓവർലോഡ് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മളാകെ തകർന്നു പോകും. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് സ്മൂത്തായിട്ട് നമ്മുടെ ആരാധനകളോ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾക്ക് അള്ളാഹു നിശ്ചയിച്ച എങ്ങനെയെന്ന് വിചാരിച്ചാൽ വളരെയധികം അധ്വാനവും പരിശ്രമവും ചെയ്ത് കിട്ടേണ്ടതല്ലേ സ്വർഗം എന്ന് പറഞ്ഞാൽ. അതായത് ഒരാൾ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹു അനുവദിച്ചു കൊടുക്കുന്ന വീടും പറമ്പും ഉണ്ടാവില്ലേ, ആ സൗകര്യങ്ങൾ തന്നെ 2000 വർഷം 2000 അൽഫൈസന 2000 വർഷം നടന്ന് സഞ്ചരിക്കേണ്ടി വരുന്ന അത്രയും വഴിദൂരമുണ്ട്. ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം കിട്ടിയാൽ തന്നെ മഹാഭാഗ്യമാണെന്നല്ലേ. അപ്പോൾ അത്ര വിശാലമായൊരു സ്വർഗം അള്ളാഹു മനുഷ്യന് കൊടുക്കുന്നത് അവൻ്റെ ഈ ലോകത്തെ സൽപ്രവർത്തനങ്ങളെ പരിഗണിച്ചിട്ടാണല്ലോ അത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കും. നമ്മളുടെ ദീനിൻ്റെ കാര്യങ്ങളിൽ എന്ത് ത്യാഗമാണ് നമുക്കുള്ളത്. ഇത് നമ്മളാകെ കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചിട്ടാണോ അള്ളാഹു സ്വർഗം തരുന്നത്? അല്ല. ഈ നിർദ്ദേശങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിന് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന പ്രവർത്തനമാണ്. നിസ്കരിക്കണം എത്ര സന്തോഷമുള്ള കാര്യമാണ്, നോമ്പ് കൊടുക്കണം എത്ര സന്തോഷമുള്ള കാര്യമാണ്, ഒരാളെ സഹായിക്കുന്ന എത്ര സന്തോഷമുള്ള കാര്യമാണ്, നമ്മൾ നല്ല വൃത്തിയിൽ ജീവിക്കുന്ന എത്ര സന്തോഷമുള്ള കാര്യമാണ്, അദ്കാറുകൾ നമുക്കെത്ര, എല്ലാം നമുക്ക് ആസ്വാദ്യകരമായൊരു ജീവിതം ഇവിടെ തരിക. ആ ആസ്വാദനവും സമാധാനവും അനുഭവിച്ച് മരിച്ചു ചെല്ലുമ്പോൾ അതിനേക്കാളും വിശാലമായൊരു സ്വർഗം തരിക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ തത്വം. അതുകൊണ്ട് നമ്മൾ വളരെ റിലാക്സ് ചെയ്ത് നല്ല സന്തോഷത്തിൽ ആസ്വദിച്ച് ജീവിക്കണം. അതാ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്ക് 51 വയസ്സായി, എൻ്റെ എല്ലാ മക്കളെ വിവാഹം കഴിഞ്ഞു, ചെറിയ മോൻ തന്നെ ഇപ്പോൾ 26 വയസ്സായി, ഓൻ കല്യാണം കഴിഞ്ഞു, അപ്പോൾ അവർക്കൊക്കെ സ്വന്തം ജോലികളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ ജീവിതം ദാമ്പത്യമൊക്കെ എന്താ? സത്യത്തിൽ പിന്നല്ലേ ദാമ്പത്യം. കാരണം മക്കളും കുട്ടികളൊക്കെ തടസ്സം നീങ്ങി ഇനി നമുക്ക് കിട്ടുന്ന ആയുഷ്കാലം നമ്മൾ എന്ത് ചെയ്യുക, പ്രായമാണെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യുക, ഭയങ്കരമായിട്ട് ആസ്വദിക്കുക. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ആസ്വദിച്ച് കഴിക്കുക, ഉറങ്ങുമ്പോൾ ആസ്വദിച്ച് ഉറങ്ങുക, യാത്ര ചെയ്യുമ്പോൾ ആസ്വദിച്ച് യാത്ര ചെയ്യുക, നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ആസ്വദിച്ച് ജോലി ചെയ്യുക, എല്ലാം നമ്മൾ എന്ത് ചെയ്യാറ് വളരെ ആസ്വദിച്ചും സന്തോഷിച്ചും നമ്മൾ അനുഭവിച്ചു പോടുന്നത്. വെറുതെ സ്ട്രെസ്സ്, മാനസിക സമ്മർദ്ദങ്ങൾ കൊടുത്ത് ഒരു റിലാക്സേഷനും ഇല്ലാതെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യണത്? പിന്നെ നമ്മളെ മാനസിക സന്തോഷത്തിന് വേറെ പരിപാടി, അതിന് നമ്മൾ അവിടെ പോവുക ഇവിടെ പോവുക, അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? നമ്മൾ ചെയ്യുന്ന ജോലികൾ വളരെ ആസ്വാദകരമായി ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായും ജീവിതം ആസ്വാദകരമാകും. അനാവശ്യമായ ഭാരങ്ങളെ
നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.